നിരോധിതമായ ഉള്ളടക്കം നീക്കിയില്ല. ടെലഗ്രാമിന് പിഴയിട്ട് റഷ്യൻ കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിന് നിരോധിത ഉള്ളടക്കം നീക്കിയില്ലെന്ന് കാണിച്ച് റഷ്യൻ കോടതി 7 മില്യൺ റൂബിൾ പിഴ ചുമത്തി. റഷ്യയുടെ നിയമപ്രകാരം രാജ്യത്ത് അനുവദനീയമല്ലാത്ത ഉള്ളടക്കം പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിച്ചു എന്നതാണ് ചുമത്തപ്പെട്ട കുറ്റം. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ കോടതി ഇതുവരെ തയ്യാറായിട്ടില്ല. സമാനമായ മറ്റൊരു കേസിൽ കഴിഞ്ഞ മാസം 4 മില്യൺ റൂബിളും രാജ്യം പിഴ ചുമത്തിയിരുന്നു. സമീപകാലത്ത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ടെലഗ്രാമിന് സർക്കാർ തലത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ആഗോളതലത്തിൽ 900 മില്യൺ ഉപയോക്താക്കൾക്കുള്ള ടെലഗ്രാം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. റഷ്യയിലും വലിയ യൂസർ ബേസ് ആണ് ടെലഗ്രാമിനുള്ളത്. അതേസമയം ഓഗസ്റ്റിൽ ടെലഗ്രാം സിഇഒ പാവേൽ ദുരോവ് പാരീസിൽ അറസ്റ്റിലായിരുന്നു. ടെലഗ്രാമിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു അന്നത്തെ അറസ്റ്റ്. തുടർന്ന് പാവേൽ ദുരോവിനെതിരെ അന്വേഷണം നടത്താമെന്ന് ഫ്രഞ്ച് കോടതി ഉത്തരവിടുകയും ചെയ്തു. ദുരോവിന് ജാമ്യം അനുവദിച്ചുവെങ്കിലും ഫ്രാൻസ് വിടുന്നതിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പാവേൽ ദുരോവ് പാരീസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ടെലഗ്രാം നിരോധിക്കുമെന്ന വാർത്തകളും സജീവമായി. ഇതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിൽ ടെലഗ്രാം നിരോധനം ഏർപ്പെടുത്തുന്നുവെന്ന പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വന്നിരുന്നു. എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാർ ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ടെലഗ്രാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെലഗ്രാമിൽ പണം തട്ടൽ, ചൂതാട്ടം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഈ നിർദ്ദേശം.